അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഭാവനേച്ചും സൂര്യണ്ണും കൂടെ വേണമായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അപൂർവമായിട്ടല്ലേ കിട്ടാതുള്ള. അതും ശരിയാ. അബിയെ തന്നെ എപ്പോഴും കിട്ടാറില്ലല്ലോ. കുറച്ച് മറ്റന്നാൾ ഇതേ സമയമാകുമ്പോ ബാംഗ്ലൂരിലല്ലേ ഡിന്നർ? അത് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ബാമേച്ചെ പോറ്റണ്ടേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുവരുതേ. എനിക്കിനി നിങ്ങളോട് എല്ലാരോടും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതെന്താ അമ്മേ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? ഇനി അമ്മയുടെ ഷെയർ പങ്കുവെക്കുന്ന കാര്യമാണോ? നിനക്ക് എപ്പോഴും ഇങ്ങനൊരു ചിന്തയേ ഉള്ളൂ ഭാമേ? ഇവൾക്കല്ലെങ്കിലും കിട്ടുന്നൊരു ആർത്തിയല്ലേ അമ്മേ? ഓ പിന്നെ സേതുട്ടിനെന്താ കിട്ടിയ കളയോ? ഇല്ലല്ലോ. എല്ലാരും ഒന്നും മിണ്ടായിരുന്നേ. അമ്മ കാര്യം പറയട്ടെ. എന്താ അമ്മേ? ഈ വീട് നമ്മൾ വാങ്ങാൻ പോകുന്ന കാര്യം എല്ലാരും അറിഞ്ഞല്ലോ. അത് പിന്നെ അറിയാതിരിക്കോ? ഇനി എന്നാണ് രജിസ്ട്രേഷൻ എന്നേ അറിയാനുള്ളൂ. ഈ ആഴ്ച തന്നെ പ്രമാണം എഴുതൂ. ഞാൻ ഈ വസ്തു ഭാവനയുടെ പേർക്കാ വാങ്ങാൻ പോകുന്നേ. എന്തേ, ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അമ്മേ. അമ്മ എന്തിനാ ഈ വസ്തു ഭാവനേച്ചിയുടെ പേരിൽ തന്നെ വാങ്ങുന്ന? ഇത് കുടുംബ വീടായിട്ട് നിലനിർത്താൻ വേണ്ടി. അതെങ്ങനെയാ അമ്മേ ശരിയാവുക? ഭാവനേച്ചിയുടെ പേരിൽ ഈ വീട് വാങ്ങിയ അതൊരിക്കലും കുടുംബ വീടാകില്ലല്ലോ. അത് ശരിയാമേ. ഈ വീട് അമ്മയുടെ പേർക്ക് തന്നെ വാങ്ങുന്നത് നല്ലത്. എന്നാലല്ലേ നമുക്കൊക്കെ ഒരു കുടുംബ വീടായിട്ട് കണ്ട് ഒത്തുകൂടാൻ പറ്റത്തുള്ളൂ. ഭാവനയുടെ പേർക്ക് വാങ്ങിയ എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇങ്ങോട്ട് ഓടി വരാൻ പറ്റത്തില്ലേ? അമ്മേ ഭരത്ത് പറഞ്ഞതിൽ കാര്യമുണ്ടമ്മേ. എന്ത് കാര്യം? ആരുടെ പേരിൽ ഈ വീട് വാങ്ങണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അമ്മേ അമ്മ എന്തിനാ ഇക്കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്ന? അമ്മയുടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് വേണ്ടി നിൽക്കാൻ. അത് ആന്റിയുടെ പേർക്ക് വാങ്ങിയാലും ഭാവനേച്ചിയുടെ പേർക്ക് വാങ്ങിയാലും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാലോ. അതെ, അത്ര തന്നെ ഞാനും ഉദ്ദേശിച്ചുള്ളൂ മോനെ. അമ്മേ അബി അങ്ങനെ പലതും പറയുമേ. ഭാവനേച്ചിയുടെ പേരിൽ ഈ വീട് വാങ്ങിയ ഭാവനേച്ചിക്ക് പ്രശ്നം വരില്ലെന്ന് ആര് കണ്ടു? എന്ത് പ്രശ്നം ഉണ്ടാവുന്ന ഭാമ പറയുന്നേ? ഭാമേച്ചി അങ്ങനെ പലതും പറയും മായേച്ചി. അതിലൊന്നും ഒരു കാര്യമില്ല. അത് നീയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. കണ്ടോ അമ്മ ഇവിടെ പറയുന്നേ? ഞാൻ ഇവിടെ ഒരു കാര്യമില്ലാത്തതാ പറയുന്നേന്ന്. ഭാമേച്ചി പറയുന്നതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല ഓർത്ത് പറയാനെ കൊണ്ട്. നിർത്തുവാമേ. ഒന്നാമത് ആഹാരത്തിന്റെ മുമ്പ് ഇരുന്ന് സംസാരിക്കുന്നതേ തെറ്റാ. ഇതിപ്പോ ഞാനാണല്ലോ ഇവിടെ തുടങ്ങി വെച്ചത്. മോനെ എല്ലാരും കൂടി ഇവിടെ ഒരുമിച്ചിരുന്നപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. ആന്റിയുടെ ഷെയറിൽ നിന്നല്ലേ ആന്റി വീട് വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പൊ പിന്നെ ആന്റിക്ക് ഇഷ്ടമുള്ളവരുടെ പേര് തന്നെ വാങ്ങിച്ചാൽ മതി. അങ്ങനെ അമ്മ ഈ വസ്തു വാങ്ങിയ സഹോദരങ്ങൾ തമ്മിൽ തെറ്റി പിരിയുള്ളൂ. അബി സഹോദരങ്ങളിൽ നിന്നും പറയണ്ട ഭാമേച്ചി, സ്വന്തം കാര്യം പറഞ്ഞാ മതി. അമ്മ എന്തിനാ അമ്മ ഇതിന്റെ പേരിലൊരു തർക്കം? അമ്മയുടെ പേര് തന്നെ അങ്ങ് വാങ്ങിയാ പോരെ? അല്ലെങ്കിൽ തന്നെ ഭാവനേച്ചിയുടെ പേരിൽ വാങ്ങിച്ച നാളെ നമുക്ക് വല്ല അവകാശം ചോദിച്ചു വരാൻ പറ്റുമോ? അമ്മയുടെ പേരിൽ വാങ്ങിയ അമ്മയുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ഭാമൻ, നീ എന്താ പറയുന്നത്?
എന്തുവാ ചേച്ചി? ദേവാമേ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചോ. എന്ത് വിളിച്ചു പറയാനാണോ ഇവിടെ? അതിന് ഞാൻ എന്ത് പറഞ്ഞു? ഇവിടെ ആരും ആരുടെയും കാലശേഷം കുറിക്കാൻ നിൽക്കണ്ട. അമ്മേ, അമ്മ വന്നിരുന്ന് കഴിക്കുക. ഇവിടെ ഇങ്ങനെ പറയും ചുമ്മാ. എനിക്കിപ്പോ തന്നെ വയറ് നിറഞ്ഞു സേതു. നിങ്ങൾ കഴിക്കേ. അമ്മേ, ചേടാ, ഇന്നത്തെ കാലത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലേ? ആ, ഹലോ ജെയിംസ്. ഞാൻ നാളെ തന്നെ പുറപ്പെടും. വർക്ക് സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ എത്തിക്കോളാം. ഓക്കെ ജെയിംസ്. അബി, ആര്? ബാംഗ്ലൂരിൽ നിന്ന് ജെയിംസ് വിളിച്ച വർക്ക് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഞാൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണോന്ന്. ഞാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ, എടോ ബാമേ, താൻ എന്തൊക്കെയാ പറഞ്ഞത് തനിക്ക് വല്ല ഓർമ്മയുണ്ടോ? ആന്റിക്ക് കിട്ടുന്ന കാശിന് ആരുടെ പേരിലോ വാങ്ങിക്കോട്ടെ. അതിന് താൻ എന്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓ, തന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടതല്ലേ. ആന്റി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അതുപോലെ തന്നെ ഈ കാര്യവും എന്താ വേണ്ടതെന്ന് ആന്റി തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ആരും ഗൗരവമായിട്ട് എടുക്കാത്ത? നീ പറയുന്നത് ന്യായമല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ എടുക്കാത്തത്. ദേവാമേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യമോ കിട്ടാൻ പോകുന്നത്. അത് സന്തോഷത്തോടെ മനസ്സിലാക്കി കിട്ടുന്നവൻ വാങ്ങിച്ച് ജീവിച്ചാ പോരെ. അങ്ങനെ ഇപ്പൊ കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോവാൻ ഞാനില്ല അബി. അതിന് എത്ര രൂപയായാലും കളയാനും പോകുന്നില്ല. എടോ, തനിക്കിത് ആരുടെ സ്വഭാവോ? താൻ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എടോ, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല തന്നെ ഇപ്പോ. ആരാടോ തന്നെ ഇങ്ങനെ മാറ്റിയത്? അബിയുടെ അമ്മ തന്നെയാ. അമ്മയല്ലേ എനിക്ക് കുറച്ച് സ്വത്ത് തരാന്നും പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് വാശിയുണ്ട് അബി. ഇനിയുള്ള കാലം ഒരു കോടീശ്വരായി അന്തസ്സായിട്ട് തന്നെ എനിക്ക് ജീവിക്കണം. ബാമേ, എനിക്ക് നിന്നെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. മനസ്സിലാക്കാൻ ഒന്നുമില്ല അബി. ഇവിടെ ഞാൻ ഊമയെ പോലെ നിന്നാലുണ്ടല്ലോ, കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ ചിലപ്പോ നഷ്ടപ്പെടും. അതുകൊണ്ടാ ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയുന്നത്. അവസാനം താൻ സ്വന്തം സഹോദരങ്ങളെ ശത്രുക്കളാക്കാതിരുന്ന മാത്രം മതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അബി. പറയേണ്ട അഭിപ്രായങ്ങൾ പറയേണ്ട നേരത്തെ തുറന്നു തന്നെ പറയണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ ആരും കാണില്ല. എന്തായാലും കൂടപ്പറപ്പുകളുടെ ശത്രുക്കളായി മാറാതെ നോക്കിക്കോ.